എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ മുൻപ് ഒരുപാട് കാലം പോയിരുന്ന പോലെ തോന്നുന്നൊരു പ്രതീതി. തഞ്ചാവൂരൊക്കെ പോയ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നല്ല ഓർമ്മയുള്ള പോലെ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തോ ഒരു 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 ജന്മത്തെ ഓർമ്മയൊക്കെ കൊണ്ടുവരുന്ന പോലെ, നമ്മൾ അറിയാതെ നമ്മുടെ നാവൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ അന്വേഷിച്ച് പോയാൽ എന്തൊക്കെയോ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു ശക്തി. എനിക്ക് തോന്നുന്നത് ഒരു ടാലൻറ്റ് എന്നുള്ളത് അത് ആർക്കായാലും അത് കിട്ടിയിട്ടുള്ള ആൾക്ക്, അത് വേണ്ട രീതിയിൽ കിട്ടിയിട്ടുള്ള ഒരാൾക്ക് അത് എവിടെ നിന്നോ കിട്ടിയതാണ്. അത് ആ കിട്ടിയിരിക്കുന്നതിനാണ് നമ്മൾ ഈശ്വര സ്പർശമെന്നും. പിന്നെ നമ്മൾ ജീവിതത്തിൽ ഗുരുനാഥന്മാരെ കണ്ടിട്ട് ഗുരുനാഥന്മാർ നമുക്ക് പൊഴിച്ചു തരുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ മണിക്കുയിലേ എന്ന് പറഞ്ഞ ഗാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ എൻ്റെ ഗുരുനാഥൻ നെയ്യാറ്റിൻകര മോഹനന്ദൻ സാറിൻ്റെ വീട്ടിൽ പഠിച്ചിട്ട് തിരിച്ച് ബസ് കയറിയാണ് തിരിഞ്ഞു വരുന്നത്. അപ്പോൾ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി ഏകദേശം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു കച്ചേരി നടക്കുകയാണ്. അപ്പോൾ തോടി രാഗമാണ് നടക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടുള്ള തോടിയിൽ നിന്നും ഒരുപാട് വ്യത്യാസം, ഒരു ഫോക്ക് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ ഉടനെ കണ്ടക്ടർ എടുത്ത് പറഞ്ഞു, അവിടെ ബെല്ലടിച്ച് അവിടെ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പോൾ ഇത് ആരാണ് പാടുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് അദ്ദേഹം പാടുന്നത്. അപ്പോൾ ഏതോ ഒരു അപ്പോൾ നമുക്കറിയാം ഈ രാഗങ്ങളൊക്കെ തന്നെ ഫോക്ക് മ്യൂസിക്കിൽ നിന്നാണ് വന്നത്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ തോടിയെപ്പോലെ ഇത്ര അധികം ഗഹനമായിട്ടുള്ളൊരു രാഗത്തിന് ഒരു ഫോക്ക് സ്പർശത്തോട് പാടുമ്പോൾ അതെന്തോ വളരെ ക്യൂട്ടായിട്ടും വളരെ നമുക്ക് എൻജോയബിളായിട്ടും അത് നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ അവിടെ ഞാൻ ഇങ്ങനെ ചോദിച്ചു, തൊട്ടടുത്ത ആളോട് ചോദിച്ചു, ഇദ്ദേഹം അപ്പോൾ പറഞ്ഞു ഇത് മധുരസ്വാമമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കാണാം. അപ്പോൾ ഒരുപാട് ഓഡിയൻസ് ഒന്നും ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന 15 പേരെ കണ്ടുള്ളൂ മൊത്തം ഇത് കാണാനായിട്ട്. പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചത് ഞാനായി. അപ്പോൾ അദ്ദേഹം എൻ്റെ ഗുരുനാഥനല്ല, അദ്ദേഹം ഒരിക്കലും എന്നെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ആ കച്ചേരി എനിക്കൊരു പാഠമായിരുന്നു. അപ്പോൾ മണിക്കുയിലയുടെ ഒരു ഭാഗത്ത് ഞാൻ ആ സമയത്ത് ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ എല്ലാ പല്ലവികളിലും ഒരു വ്യത്യാസമില്ലാതെ എല്ലാ പല്ലവികളും ഒരുപോലെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട്, അപ്പോൾ മണിക്കുയിലേ മാരിക്കാവിൽ പോരൂലേ, ഈ മൗനരാഗം മൂളൂലേ എന്നുള്ളതെടുത്ത് ഒരു വേരിയേഷൻ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതാണ് വരാത്തത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോക്ക് സ്പർശം, ആ തോടിയുടെ ഫോക്ക് സ്പർശം നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്താലോ, മൗനരാഗം മൂളൂലേ, എനിക്ക് ആ ഫ്രേസ് കിട്ടി. ആ ഫ്രേസ് ഒരുപക്ഷെ ഒരുപാട് പേര് ആ കോമ്പോസിഷൻ കേട്ടിട്ട് ആ ഫ്രേസാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒരു ഫ്രേസ് ആ പാട്ടിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്കൊരിക്കലും സംഗീതം പറഞ്ഞു തന്നിട്ടില്ലാത്ത, അതേസമയം ഞാൻ എങ്ങനെയോ അറിയാതെ അവിടെ എത്തിപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന എന്തോ ഒരു കാര്യം. അപ്പോൾ ആ ഫ്രേസിന് അദ്ദേഹമാണ് ഗുരുനാഥൻ. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടില്ല. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ പഴയ കോൺസേർട്സൊക്കെ ഞാൻ കേൾക്കാൻ തുടങ്ങിയതും അദ്ദേഹം ആരെന്ന് ഞാൻ കൂടുതലായിട്ട് അറിയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഗുരുനാഥന്മാരുടെ എല്ലാവരുടെയും കൂടെ ഒരു ബ്ലെസ്സിങ്സ്, ഒരു ആകെ തുക നമ്മുടെ ജീവിതത്തിൽ പതിഞ്ഞു എന്ന് പറയുമ്പോൾ ഇത്രയും കാലത്തെ ഒരു ജീവിതത്തിൽ അതിനെ നോക്കിക്കാണുമ്പോൾ എന്താണ് ഒരു മനസ്സിലെ ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് അമ്മ തന്നെ. അമ്മയ്ക്കപ്പുറം വേറൊരു ഗുരു മനുഷ്യനില്ല. അതുകൊണ്ടാണ് നമ്മൾ മാതാ പിതാ ഗുരു ദൈവം എന്ന് ആ ഓർഡറിൽ തന്നെ പറയുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു ഒരു റെക്കോർഡിങ്, എനിക്ക് ആദ്യമായിട്ട് പാടണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഒരു റെക്കോർഡിങ്ങിന് പോയി. 3-4 ദിവസം അവിടെ നിന്നു. സംഗീത സംവിധാനം ഒന്നും പറയുന്നില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിളിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. തരങ്ങണി സ്റ്റുഡിയോയിലാണ്. 3 ദിവസമായിട്ട് ഒന്നും നടക്കാത്തപ്പോൾ അവർ കളിയാക്കാൻ തുടങ്ങി. നീ ഇങ്ങനെ വെറുതെ പറഞ്ഞില്ലേ, നീയാണോ പാടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കി. അപ്പോൾ എനിക്ക് വളരെയധികം വിഷമത്തോടുകൂടി ഞാൻ നിന്ന സമയത്ത് സംഗീത സംവിധാനം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പാടാനുള്ള വരി ഇതാണ്, എഴുതിയെടുത്തോ. കൊശ കൊശലെ പെണ്ണുണ്ടോ ഗോശാലെ പെണ്ണില്ല. ഇതൊരു കോറസ് ഫ്രേസാണ്. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ചന്ദ്രൻ ചേട്ടനും ഞാനും കൂടെയാണ് ഇത് പാടുന്നത്. അപ്പോൾ കൊശ കൊശലേ പെണ്ണുണ്ടോ ഗോശാലേ പെണ്ണുണ്ട് സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ പാടി. ആ 2 ലൈൻ പാടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വളരെ വലിയ സങ്കടം തോന്നി. ഞാൻ അമ്മയടുത്ത് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുപോയി. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു,
അമ്മ ഇങ്ങനെ ആദ്യമായിട്ട് പാടാൻ പോയത് ഇതാണ് എക്സ്പീരിയൻസ് എന്നാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്കൊരു ടാലൻറ്റ് ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു കാരണം ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നാളെ ഒരു സമയത്ത് നിനക്ക് ഇത്തരത്തിലുള്ള കോമ്പോസിഷൻസ് ചെയ്ത് നിന്നെ ആൾക്കാർ അംഗീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടാവും. അതിനുവേണ്ടി നീ വർക്ക് ചെയ്യുക, അതാണ് വേണ്ടതെന്നാണ്. ഇപ്പോൾ പിൽക്കാലത്ത് ഞാൻ അമ്മ മഴക്കാറും അല്ലെങ്കിൽ ഇന്നലെ എൻ്റെ നെഞ്ചിലയും അതുപോലുള്ള ഈ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇപ്പോൾ വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ വെള്ളി വെയിലും വച്ച പാദസരമേ, ഇതിൽ നമുക്ക് ആ ഈണത്തിൽ തന്നെ നമുക്ക് കാണാവുന്നത് തീർച്ചയായിട്ടും അമ്മയുടെ സ്നേഹമാണ്. എൻ്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണി, അല്ലെങ്കിൽ കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ. ഇവിടെ എല്ലാം ഞാൻ അനുഭവിച്ച, എൻ്റെ അമ്മയിൽ നിന്ന് അനുഭവിച്ച സംഗീതം, അത് അമ്മയാണ് ആ സംഗീതം തന്നതെന്ന് പറഞ്ഞാൽ പോലും ഒരു അതിന് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ അമ്മ തന്നെയാണ് സംഗീതം. അമ്മ നമ്മുടെ ഉള്ളിൽ സംഗീതമായിട്ട് നിറഞ്ഞ് അത് വെളിയിലേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഈണമായിട്ട് മാറുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നു, ഞാനിങ്ങനെ പാടുമ്പോൾ ഒരു അമ്മയുടെ സ്നേഹം അതിനകത്ത് കാണാൻ പറ്റും. അതാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആ ട്യൂൺ, ഇപ്പോൾ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ, ഇതെല്ലാം നമ്മൾ അനുഭവിച്ച സ്നേഹമാണ്. അത് അദൃശ്യമായിട്ട് എൻ്റെ കൂടെ അമ്മ നിരന്തരം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഗുരുക്കന്മാരുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് എൻ്റെ സങ്കല്പം. അത് വേറെ ആരെന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും ഞാൻ ആ സങ്കല്പത്തിൽ 200% വിശ്വസിക്കുന്നു.